സന്നദ്ധ പ്രവർത്തകൻ സോമൻ തിരുവല്ലയുടെ വെള്ളം കയറാത്ത വീടെന്ന മോഹത്തിന് മലപ്പുറത്തിന്റെ കൈത്താങ്ങ്. കോഡൂർ സ്വദേശിയായ പ്രമുഖ പ്രവാസി വ്യവസായി KT റബിയുള്ളയാണ് ദൈന്യത നിറഞ്ഞ സോമന്റെ ജീവിതത്തിന് സഹായവുമായി രംഗത്തെത്തിയത്. അനാഥമായതും അഴുകിയതും കത്തിക്കരിഞ്ഞതുമായ 5000-ലധികം മൃതദേഹങ്ങളാണ് പോലീസ് അടക്കമുള്ള വകുപ്പുകൾക്ക് സോമൻ എടുത്തു നൽകിയിട്ടുള്ളത്. 2018 പ്രളയത്തിൽ തകർന്ന വീടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായാണ് ബഹ്റൈൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് കമ്പനി ഉടമയായ KT റബിയുള്ള കാവുംഭാഗം സ്വദേശി സോമന് 2.5 ലക്ഷം രൂപയുടെ സഹായം നൽകിയത്. കഴിഞ്ഞ ദിവസം സോമന്റെ വീട്ടിലെത്തി കമ്പനി CEO ഹബീബ് റഹ്മാൻ സോമനെ പൊന്നാടയണിയിച്ച് ആദരിച്ച ശേഷം തുക കൈമാറി. വാർഡ് കൗൺസിലർ രാധാകൃഷ്ണൻ വേണാട്, ചാരിറ്റി മിഷൻ കോർഡിനേറ്റർ സുരേഷ് എടപ്പാൾ എന്നിവർ പങ്കെടുത്തു. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ഇത് ഒരു ലാഭേച്ഛയും കൂടാതെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രം നാടിനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ്, ഗവൺമെൻറ്റിനെ കൂടി ഉപകാരപ്രദമാകുന്ന പ്രവർത്തനമാണ് സോമൻ ചേട്ടൻ അദ്ദേഹം ഇത്രയും കാലം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഭയപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അർത്ഥത്തിലോ മാറി നിൽക്കുമ്പോൾ ഇതാവശ്യമായ ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഏത് സമയം വിളിച്ചാലും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആളുകൾ വിളിച്ചാൽ ഓടിയെത്തി മനുഷ്യ ശരീരത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് ഒരു വലിയ പ്രവർത്തനമാണ്. അദ്ദേഹം ചെയ്തത് കണ്ട് ആ ന്യൂസ് മാതൃഭൂമിയുടെ അഭിലാഷ് ചെയ്തത് കണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഷിഫ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ KT റബിയുള്ള ആ ന്യൂസ് കാണുകയും ഉടനെ തന്നെ ഞങ്ങളുടെ മലപ്പുറത്തെ മാധ്യമ പ്രവർത്തകൻ സുരേഷിനെ വിളിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ഇന്ന് തന്നെ വീട്ടിൽ വന്ന് കണ്ട് അദ്ദേഹത്തിന് ഷിഫ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഒരു ഉപഹാരം നൽകണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ എത്തി. കൂലിപ്പണിക്കും തെങ്ങുകയറ്റത്തിനും പോകാറുള്ള സോമന്റെ വീട് 2018 വെള്ളപ്പൊക്കത്തിൽ തകർന്ന അവസ്ഥയിലാണ്. സോമന്റെ വീടിന്റെ അവസ്ഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ റബിയുള്ള സഹായഹസ്തവുമായി എത്തുകയായിരുന്നു. അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സോമന്റെയും കുടുംബത്തിന്റെയും സ്വപ്നം യാഥാർത്ഥ്യമാകാൻ സുമനസ്സുകളുടെ സഹായം ഇനിയും ആവശ്യമാണ്. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.